ഇപ്പോൾ വേദി 15-ൽ കബനി നദിയിൽ മംഗലം കളിക്ക് തുടക്കമായിരിക്കുന്നു. അവിടെ നിന്നും മനോജ് ചേരുന്നു. മനോജ്, പാരമ്പര്യ ഗോത്ര കലകൾ കൂടി ഇത്തവണത്തെ മത്സരത്തിലുണ്ട് എന്നുള്ളതാണ് ഏറെ സവിശേഷത. കബനിയിൽ മംഗലം കളിക്ക് തുടക്കമായി എന്നറിയാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, ചരിത്ര നിമിഷം തന്നെയാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് ഗോത്ര കലകൾ ഇന്ന് ഈ സംസ്ഥാന കലോത്സവത്തിന്റെ വേദിയിലെത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ മംഗലം കളിയാണ്. കാസർഗോഡ് നിന്നുള്ള ടീമംഗങ്ങളാണ്, സ്കൂളിൽ നിന്നുള്ള ടീമംഗങ്ങളാണ് ഇപ്പോൾ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് ഊരുകളിൽ മാത്രം അവതരിപ്പിച്ചു പോന്നിരുന്ന കലാരൂപം ഇന്ന് ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം കൗമാര കലയുടെ അരങ്ങുണർന്നത് നമുക്ക് ഈ വേദിയിലൂടെ കാണാൻ സാധിക്കും. അതായത് കബനി നദിയിലൂടെ ഇപ്പോൾ ഇവിടെയുള്ള കാണികൾ കാണുന്നത് മംഗലം കളിയാണ്. അത് കണ്ണൂർ, കാസർഗോഡ് മേഖലകളിലൊക്കെ തന്നെ കൂടുതലായും ഈ പഴയ കാലത്തൊക്കെ അവിടെയുള്ള ജനങ്ങൾ, ഊരുകളിലെ ജനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഈ വീടുകളിലെയും കല്യാണ ആഘോഷങ്ങൾക്ക്, അതായത് കാതുകുത്ത് മുതൽ കെട്ടുകല്യാണം വരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾ അവർ അവതരിപ്പിച്ചിരുന്നു. ഈ കലാരൂപങ്ങൾ അവതരിപ്പിച്ചിരുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നത് തുടികൊട്ടി പാട്ടുപാടി ആ ചുവടുകൾ വയ്ക്കുന്നതാണ്. അവരുടെയൊക്കെ വേഷവിധാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായും ഒരു അവരുടെ സമുദായത്തിൽപ്പെട്ട അത്തരത്തിൽ കാർഷിക വൃത്തിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ആ തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട്, പാളത്തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് അതോടൊപ്പം തുടി കൊട്ടിക്കൊണ്ടാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഈ കലോത്സവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വേണം എടുത്തു പറയാൻ. കാരണം 5 കലാരൂപങ്ങൾ, അതായത് ഇരുള നൃത്തം, അതോടൊപ്പം തന്നെ പണി നൃത്തം, അതോടൊപ്പം ഈ മംഗലം കളി പോലുള്ള ഈ കലാരൂപങ്ങളാണ് ഇങ്ങനെ വേദികളിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്, കൂടുതൽ ജനകീയമാകുന്നത്. അത് കാരണം ഈ തെക്കൻ മേഖലയിലൊക്കെ തന്നെ തിരുവനന്തപുരത്തുള്ള ജനങ്ങളൊക്കെ ആയാലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണുന്നത് വിരളമായിരിക്കും. അത് ഈ വിദ്യാർത്ഥികളിലൂടെ തന്നെ ഈ കലാരൂപം ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികൾ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊക്കെ ദിവസങ്ങളായി തന്നെ അങ്ങനെ പരിശീലിച്ച് ഇവിടേക്കെത്തി ആ ആവേശത്തോടും ഒരു ആനന്ദത്തോടും കൂടിയാണ് അവർ ഈ നൃത്തം അവതരിപ്പിക്കുന്നത്, ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. എന്തായാലും ഈ പാട്ടൊക്കെ നമുക്ക് കേട്ട് പരിചിതമായിരിക്കും. അതായത് എള്ളുള്ളേരി എള്ളുള്ളേരി മാലിലങ്കേനെ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പലരും പാടാറുണ്ടെങ്കിലും അത് ഏത് തരത്തിലുള്ള കലാരൂപത്തിനാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് കലാരൂപത്തിൻ്റെ പാട്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് സംശയമുണ്ടായിരുന്നു. എന്തായാലും ആ സംശയമൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ തന്നെ മാറ്റുവാൻ സാധിക്കും. കാരണം ഈ മംഗലം കളിയുടെ പാട്ടാണ്, ആ തുടികൊട്ടിയുള്ള പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മളൊക്കെ പരിചിതമായ പാട്ടുകളാണ്. എന്തായാലും ആ ഒരു കലാരൂപം ഈ വേദിയിൽ ഉണർന്നു കഴിഞ്ഞു. ആ ചുവടുകളാണ് നമ്മളിപ്പോൾ. സവിശേഷമായ സാഹചര്യം. മനോജാണ് വിവരങ്ങൾ നൽകിയത്.